ഉള്ളിയും തക്കാളിയും മസാലപ്പൊടികളൊന്നും വഴറ്റാതെ കുക്കറിൽ 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ബീഫ് കറിയുടെ റെസിപ്പി പറഞ്ഞു തരട്ടെ. പത്തിരിൻ്റെ കൂടിയും നെയ്പ്പത്തിലിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറി. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടാലോ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് 500 ഗ്രാം അളവിൽ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക്. ഇനി ഒരു കുക്കർ എടുത്ത് ബീഫ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. നമ്മൾ മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കൂട്ടിയാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ 5 വിസിൽ വന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബൈ ബൈ.